എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ എറൂക്ക സെൻസായി ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ച് അങ്ങനെ കിടക്കാണ്. ഫ്ലാഷ് ബാക്കിൽ മിസുക്കി സെൻസായി ആളിപ്പോ എറൂക്ക സെൻസായോട് പറയും, ആ നറൂട്ടോ കുട്ടപ്പൻ അവൻ പണി പറ്റിച്ചു. അവൻ ഹൊക്കാഗയുടെ മാൻഷനിൽ നിന്ന് ഒരു വലിയ സ്ക്രോൾ മോഷ്ടിച്ചു. എത്രയും പെട്ടെന്ന് നമുക്കത് തിരികെ പിടിക്കണം. അത് കേട്ട് എറൂക്ക സെൻസായി ഇപ്പൊ അവന്റെ പിന്നാലെ പോയി അവനെ പിടിക്കാൻ ശ്രമിക്കും. കട്ട് ചെയ്താ ഇപ്പൊ എറൂക്ക സെൻസായി നറൂട്ടോയുടെ പിന്നാലെ ഓടുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അങ്ങനെ ചാടി വന്ന് ഇറൂക്ക സെൻസായിക്ക് ഒറ്റ ഇടി. ഉടനെ അവന്റെ രൂപം മാറി മിസുക്കി സെൻസായി മാറും. അവൻ പറയും, ഞാൻ ഇറൂക്ക സെൻസായി അല്ല എന്ന് നീ എങ്ങനെ കണ്ടുപിടിച്ചു? ഉടനെ നറൂട്ടോ അവനിപ്പോ അവന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഇറൂക്ക മാസ്റ്റർ. ഇറൂക്ക മാസ്റ്റർ ചോദിക്കും, എന്തു പറ്റി? നീ എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇറൂക്ക സെൻസായി അവനോട് പറയും, എല്ലാവരും നറൂട്ടോയെ ഒരു മോൺസ്റ്റർ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ നറൂട്ടോ ശരിക്കും ലീഫ് വില്ലേജിന്റെ ഒരു ഹീറോ ആണ്. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അത് തിരിച്ചറിയും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് ഇറൂക്ക സെൻസായി ആളിപ്പോ കൊനഹമാരുവിന്റെ അടുത്തേക്ക് വരികയാണ്. ആള് കൊനഹമാരുവിനോട് പറയും, ഞാനിപ്പോ വീഡിയോ എടുക്കാൻ പെർഫെക്റ്റ് കണ്ടീഷനിലാണ്. കൊനഹമാരു ആണെങ്കിൽ ഇപ്പൊ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഓണാക്കി വെക്കും. അതിന് ഇറൂക്ക സെൻസായി ആള് പറയും, നീ പുതിയ വീഡിയോ ഷൂട്ട് ചെയ്യണ്ട, ഞാൻ ഓൾറെഡി നിനക്കൊരു വീഡിയോ തന്നിട്ടില്ലേ, നിനക്കത് തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഉടനെ കൊനഹമാരു അവനാണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും. അപ്പൊ ഇറൂക്ക സെൻസായി ആള് തേർഡ് ഹൊക്കാഗയുടെ ശില്പത്തിനടുത്തേക്ക് വരും. എന്നിട്ട് അതിനുശേഷം അത് വൃത്തിയാക്കാൻ തുടങ്ങും. കൊനഹമാരു ആളുടെ പിന്നാലെ വന്ന് പറയും, ആക്ച്വലി ആ ഒരു വീഡിയോ അതത്ര പോരാ, നമുക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് ഒരു വീഡിയോ കൂടെ എടുത്തൂടെ? പക്ഷെ ഇറൂക്കയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ ക്ലാസ്സിലേക്ക് വരും. അതിനുശേഷം വികൃതി പിടിച്ച കുട്ടികളെ അവരെ 3 പേരെയും ചെവിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് അവർക്ക് വീണ്ടും നല്ല പണിഷ്മെന്റ് ഒക്കെ കൊടുക്കും. അപ്പോഴായിരിക്കും സട്ടോറി സെൻസായി അവൾ ഇറൂക്കയോട് ചോദിക്കുക, നിങ്ങൾ നറൂട്ടോയുടെ കല്യാണത്തിന് പറയാനുള്ള സ്പീച്ച് അത് റെഡിയാക്കി കഴിഞ്ഞോ? അതിന് ഇറൂക്ക പറയും, ഞാനല്ല, കാക്കാഷി മാസ്റ്ററാണ് നറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കും വേണ്ടിയുള്ള സ്പീച്ച് അത് പറയാന്ന് പറഞ്ഞ് പുറത്തേക്ക് നടന്നു പോകും. കുറച്ചു ദൂരം നടക്കുമ്പോ ഹയാമി അവളിപ്പോ ഇറൂക്ക സെൻസായുടെ അടുത്തേക്ക് വന്ന് ചോദിക്കും, കുറച്ച് ദിവസങ്ങളായി മാസ്റ്ററിനെ ഷോപ്പിലേക്ക് കണ്ടിട്ട് എന്തുപറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് ഇറൂക്ക പറയും, ഞാൻ അവിടേക്ക് എപ്പോ വന്നാലും കൊനഹമാരു അവൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടും. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായി ഞാൻ അവിടേക്ക് വരാത്തത്. ഉറപ്പായിട്ടും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഇറൂക്ക വീണ്ടും മുൻപോട്ട് നടക്കും. കുറച്ചു ദൂരം കൂടെ മുൻപോട്ടേക്ക് നടക്കുമ്പോൾ കുറച്ച് കുട്ടികള് അവരൊത്തിരി സന്തോഷത്തില് ഊഞ്ഞാലൊക്കെ ആടുന്നത് ഇറൂക്ക സെൻസായി കാണും. ഇറൂക്ക ഒരു സെക്കൻഡ് നറൂട്ടോയുടെ കുട്ടിക്കാലം അത് ആലോചിച്ചു പോവും. നറൂട്ടോ അവൻ ഒരുപാട് വിഷമത്തിലും സ്നേഹത്തോടും ഇറൂക്കയോട് പറഞ്ഞ വാക്കുകൾ, ഇറൂക്ക മാസ്റ്റർ, നിങ്ങൾ ഒരാളാണ് എന്നെ ഒരു മനുഷ്യനായിട്ട് കണ്ടത്. എന്നെ സ്നേഹിച്ചതും എന്നെ അടുത്തറിയാൻ ശ്രമിച്ചതും നിങ്ങൾ മാത്രമാണ്. നറൂട്ടോയെ നറൂട്ടോ ആക്കി മാറ്റിയത് നിങ്ങളാണ്. കട്ട് ചെയ്ത ഇറൂക്ക സെൻസായി നൈറ്റ് വീട്ടിലേക്ക് വരും. അതിനുശേഷം ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായി വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ അറിയാതെ വിരലിന് മുറിവ് പറ്റും. ഒരുപാട് വേദനിച്ച് അലറിക്കരഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പോയി ഇടിച്ച് പാത്രങ്ങളൊക്കെ താഴെ വീഴാൻ തുടങ്ങും. അപ്പോഴായിരിക്കും ഡോർ നോക്ക് ചെയ്യുന്ന സൗണ്ട് ആൾ കേൾക്കുക. ഇറൂക്ക സെൻസായി ആള് വേഗത്തിൽ ഡോറിനടുത്തേക്ക് പോയി ഡോർ ഓപ്പൺ ചെയ്യും. ഡോറിന് ഓപ്പോസിറ്റ് സൈഡ് അത് മറ്റാരുമല്ല, സാക്ഷാൽ നറൂട്ടോ. നറൂട്ടോ, ഇത് നീയായിരുന്നു. നിന്നെ കണ്ടതില് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതിന് നറൂട്ടോ ചോദിക്കും, ഓ മാസ്റ്റർ ഇപ്പോഴും ജീവനോടുകൂടെ ഉണ്ടോ? മാസ്റ്റർക്ക് അറിയില്ലേ എന്റെ കല്യാണമാണ് വരാൻ പോകുന്നത്. പക്ഷെ മാസ്റ്റർ ഇപ്പോഴും സിംഗിളായിട്ട് ജീവിക്കുന്നു. നിങ്ങൾ ഇനിയും ഇങ്ങനെ സിംഗിളായിട്ട് ജീവിക്കരുത്. എത്രയും പെട്ടെന്ന് കല്യാണമൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞ് നറൂട്ടോ ചുറ്റും നോക്കുമ്പോഴായിരിക്കും അവിടെ ഒരുപാട് പാത്രങ്ങള് ഗ്ലാസുകളൊക്കെ നിലത്ത് വീണ് പൊട്ടിക്കിടക്കുന്നത് കാണുക. ഇവിടെ എന്തു പറ്റി? ഇതെന്താ ഇങ്ങനെ? അതിന് ഇറൂക്ക പറയും, അതൊന്നുമില്ല, എന്റെ കൈ തട്ടി പാത്രങ്ങൾ താഴെ വീണതാണ്. ഉടനെ നറൂട്ടോ അവനിപ്പോ ഇറൂക്കയുടെ കൈക്ക് പിടിച്ചു പറയും, എങ്കിലും വായോ, നമുക്ക് രാമൻ ഷോപ്പിലേക്ക് പോയി എന്തെങ്കിലും വയറ് നിറച്ച് കഴിക്കാം. അതിന് മാസ്റ്റർ, അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ ഉണ്ടാക്കാൻ പോവാണ്. അതിരിക്കട്ടെ, നീ ഹിനട്ടെ ഒറ്റയ്ക്കാക്കി ഇപ്പോഴെന്തിനാ ഇവിടേക്ക് വന്നേ? നറൂട്ടോ പറയും, ഞാനും മാസ്റ്ററിനെ പോലെ സിംഗിളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു. എനിക്കും ആ ലൈഫാണ് ഇഷ്ടം. അതിന് മാസ്റ്റർ ഡബിൾ ഷോക്കായി, നീ എന്തായി പറയണേ? ഹിനട്ടെ അടക്കം എല്ലാവരും ഈ കല്യാണത്തിന് വേണ്ടി ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. ഈ സമയത്താണോ നീ ഇത് പറയണെന്ന് പറഞ്ഞ് ഇപ്പൊ നറൂട്ടോയുടെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. നറൂട്ടോ ആണെങ്കിൽ ഇറൂക്ക സെൻസായുടെ കൈ അത് തട്ടി മാറ്റും. ആൾ ഒരുപാട് വിഷമത്തില് തല താഴ്ത്തി ഇപ്പൊ അവിടുന്ന് നടന്നു പോവാണ്. അപ്പൊ നറൂട്ടോ അവൻ ഇറൂക്കയോട് പറയും, മാസ്റ്റർ, ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത്. നാളെ എൻ്റെ കല്യാണമാണ്. സോ
എന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഇറൂക്ക സെൻസായി ഉണ്ടാവില്ലേ? അത് കേട്ട് ഇറൂക്ക സെൻസായിയുടെ ഫുൾ കൺട്രോളും പോവും. ആള് കരഞ്ഞ് ഒത്തിരി സന്തോഷത്തില് നറൂട്ടോട് പറയും, ഉറപ്പായിട്ടും നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ തന്നെ ആയിരിക്കും വിവാഹ പന്തലില് നിന്നോട് കൂടെ ഉണ്ടാവുക. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇറൂക്ക സെൻസായി ആളിപ്പോ റാവൻ കടയിലേക്ക് വന്ന് ഒരുപാട് എൻജോയ്മെന്റില് ആൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആസ്വദിച്ച് കഴിക്കുകയാണ്. നെക്സ്റ്റ് ഡേ ഇറൂക്ക മാസ്റ്റർ ആള് ഹിനട്ടയെ കണ്ട് ഒത്തിരി സന്തോഷത്തില് അവളുടെ അടുത്തേക്ക് വരും. ഇറൂക്ക സെൻസായിക്കാണെങ്കിൽ ആളുടെ മനസ്സിലെ സന്തോഷം അത് കൺട്രോൾ ചെയ്യാനാവില്ല. ഇറൂക്ക പറയും, ഇന്നലെ രാത്രി നറൂട്ടോ എന്നെ വന്ന് കണ്ടിരുന്നു. അത് കേട്ട് ഹിനട്ട അവൾ ചിരിക്കും. നറൂട്ടോ ആ കാര്യം എന്നോടും പറഞ്ഞിരുന്നു. അവന്റെ അച്ഛന്റെ സ്ഥാനത്ത് മാസ്റ്റർ ഉണ്ടാവണം. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഇത്രയും വലിയൊരു ബോണ്ട് ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ശരിക്കും ഹാപ്പിയാണെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ചിരിച്ച് ഒരു ചുന്ദരി പെണ്ണായി നിൽക്കുകയാണ്. ഇറൂക്ക സെൻസായി അതൊക്കെ കേട്ട് പഴയ ചില മെമ്മറീസ് ഓർത്തെടുക്കാൻ തുടങ്ങും. ഹിനട്ട വീണ്ടും ആളുടെ മുൻപിൽ തല കുനിച്ച് നിൽക്കും. നിങ്ങളും എനിക്കൊരു അച്ഛനെ പോലെ തന്നെയാണ്. നറൂട്ടോയ്ക്ക് ഇപ്പൊ കൊടുക്കുന്ന സ്നേഹവും സപ്പോർട്ടും അതെപ്പോഴും നിങ്ങൾ കൊടുക്കണം. അതിന് ഇറൂക്ക ഒരു പേപ്പർ എടുത്ത് ഇപ്പൊ അവളുടെ കയ്യിൽ കൊടുക്കും. അവൾ ആ പേപ്പർ അത് ഓപ്പൺ ചെയ്യും. അതിലാണെങ്കിൽ ഒരുപാട് പണം. ഇറൂക്ക പറയും, ഞാനിപ്പോ നറൂട്ടോയുടെ പപ്പയുടെ സ്ഥാനത്താണ്. സോ എനിക്ക് അവന്റെ കല്യാണത്തിന് എന്തെങ്കിലും ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ കാശ് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത്. അത് കേട്ട് അവൾ ഷോക്കാവും. അയ്യോ വേണ്ട വേണ്ട, ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടക്കുന്നു പറഞ്ഞ് ആ പണം അവള് അദ്ദേഹത്തെ തന്നെ തിരികെ ഏൽപ്പിക്കും. അതിനുശേഷം ഇറൂക്ക സെൻസായി ആള് ഫുൾ പവറില് കൊനഹമാരുവിന്റെ അടുത്തേക്ക് വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. നറൂട്ടോ ആൻഡ് ഹിനട്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ ആശംസകൾ. നിങ്ങൾക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആള് ചിരിക്കാൻ തുടങ്ങും. അതിനുശേഷം കൊനഹമാരു ആ വീഡിയോ ഒക്കെ സിംഗിളായിട്ട് എഡിറ്റ് ചെയ്ത് മൊത്തത്തിൽ അടിപൊളിയാക്കി എടുക്കും. നറൂട്ടോയുടെ ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, ക്ലാനിലുള്ളവര്, ഒറോച്ചിമാറു, ഈനോ, അങ്ങനെ എല്ലാവരും അവനെ വിഷ് ചെയ്യുന്ന ക്ലിപ്പിംഗ്സ് അത് വളരെ നന്നായി അവൻ എഡിറ്റ് ചെയ്ത് ഇപ്പൊ പ്രസന്റ് ചെയ്യും. അവസാനമായിട്ട് ഇറൂക്ക സെൻസായിയുടെ വിഷ് അതിൽ ഇറൂക്ക സെൻസായി പറയും, നറൂട്ടോയ്ക്കും ഹിനട്ടയ്ക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളദിനാശംസകൾ. എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ ആശംസകൾ. ഹിനട്ട, ഞാനിത് എനിക്ക് പറയാനുള്ളത് നിന്നോടാണ്. നറൂട്ടോ കുട്ടപ്പൻ അവനിടയ്ക്ക് ഒരു ബന്ധവുമില്ലാതെ സംസാരിക്കും. അവൻ വളരെ പെട്ടെന്ന് ഡൗൺ ആവും. സോ നീ എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അതുപോലെ തന്നെ നറൂട്ടോ ഹിനട്ടയ്ക്ക് ഒരു താങ്ങായി തണലായി എപ്പോഴും നിന്റെ സംരക്ഷണം വേണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും കാത്തിരുന്ന ആ കല്യാണ ദിവസം റെയ്ക്കാക, ഫിജികാക അങ്ങനെ ഓരോരുത്തരായിട്ട് ഗ്രാമത്തിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. കില്ലർബി ആണെങ്കിൽ ഫുൾ ഓൺ മൂഡാണ്. റാപ്പ് സോങ് ഒക്കെ പാടി അവൻ ചില്ല് ചെയ്ത് നിൽക്കും. പിന്നീട് ഓരോരുത്തരായിട്ട് അവർ കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ അത് കൊനഹമാരുവിന്റെ മുൻപിൽ ഏൽപ്പിക്കുകയാണ്. ABC സെൻസായിക്കാണെങ്കിൽ ഭയങ്കര സങ്കടാവും. ആള് കൊണ്ടുവന്ന ഗിഫ്റ്റ് അതൊത്തിരി ചെറുതായി പോയോ എന്ന് ആലോചിച്ച് നിൽക്കും. മറ്റൊരു ഭാഗത്ത് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് മൈഗയും ലീയും അവരാണെങ്കിൽ കൈയൊക്കെ കുത്തി കാലൊക്കെ ഉയർത്തി ഡംബിൾസ് ഒക്കെ വെച്ച് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യാണ്. കട്ട് ചെയ്ത നമ്മുടെ മിറായി കുഞ്ഞ് അവളാണെങ്കിൽ അക്കമൊരു പട്ടിക്കുട്ടിയുടെ മുകളിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ഭാഗത്ത് ഒരുപാട് പേര് ചേർന്ന് സെൽഫി ഒക്കെ എടുക്കും. ഇവിടെ ടമരയും ഷിക്കമരും അവര് കൈയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഈനോയും സായും അവർ രണ്ടുപേരും ഷിക്കമരുവും ടമരയും ഒന്നിച്ചു നിൽക്കുന്നത് സന്തോഷത്തോടു കൂടെ നോക്കി നിൽക്കും. ഇവിടെ ചോച്ചിക്കാണെങ്കിൽ ആ വലിയ കേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. സായ് പതിയെ ഇപ്പൊ അവളുടെ കയ്യിൽ പിടിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് സാക്കുറ അവൾക്ക് മാത്രം ആരുമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും സാസുകയുടെ ഒരു ലെറ്റർ അവളെ തേടി വരിക. അത് കണ്ട് അവൾ ഒത്തിരി ഹാപ്പിയായി അങ്ങനെ ചിരിച്ചു നിൽക്കും. കട്ട് ചെയ്ത ഹിനട്ടയും നെജിയും അവർ രണ്ടുപേരും സുന്ദരനും സുന്ദരിയുമായി ഒരുങ്ങി ആ സ്റ്റാച്യൂസിന് നേരെ തിരിഞ്ഞു നിൽക്കുകയാണ്. നറൂട്ടോ അവന്റെ പപ്പയെയും അമ്മയെയും അങ്ങനെ ഓർത്ത് നിൽക്കും. നറൂട്ടോയും ഹിനട്ടയും അവർ രണ്ടുപേരും കൈപിടിച്ച് അങ്ങനെ മുൻപോട്ട് പോകുന്നതോടു കൂടെ നമ്മൾ ഇത്രയും കാലവും കണ്ട നറൂട്ടോ ഷിപ്പുദീൻ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. സോ നറൂട്ടോ ഇഷ്ടപ്പെട്ട എൻ്റെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ബറൂട്ടോ സീസണുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.